ഹായ് ഫ്രണ്ട്സ്, ആദർശിൻ്റെയും ഞാൻ പുതിയൊരു അപ്കമിങ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ആദർശും നയനയും തമ്മിൽ നല്ല പിണക്കത്തിലാണ്. ഓരോ ദിവസം ചെല്ലും തോറും ആദർശിന് നയനയോടുള്ള ദേഷ്യം കൂടിക്കൂടി വരികയാണ് കേട്ടോ. അങ്ങനെ വിഷുവിൻ്റെ അന്ന് പോലും നയനയുടെ വീട്ടിലേക്ക് പോകാൻ ആദർശ് തയ്യാറായിരുന്നില്ല. നന്ദുവിനെ യാത്രയാക്കാനോ ഒന്നും ആദർശ് പോയിട്ടുണ്ടായിരുന്നില്ല. കാരണം അത്രത്തോളം നയനയെ വിശ്വസിച്ചിരുന്നു. ഭാര്യ ഭർത്താക്കന്മാരായാലും ഒരു രഹസ്യവും പാടില്ലെന്ന് ആദർശിൻ്റെ നയവും തന്നെയായിരുന്നു നമ്മുടെ നയനയും കൂട്ടിക്കൊണ്ടു വന്നിരുന്നത്. എന്നാൽ ഇത് തന്നിൽ നിന്ന് മറച്ചു വെച്ചത് എന്തിനാണെന്ന് നയനയും ദേവയാനിയും തമ്മിൽ അടുക്കുന്നത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നതും ആഗ്രഹിച്ചതും താനല്ലേ. എന്നിട്ടും എന്തിന് അവർ എന്നെ നിന്ന് പൊട്ടം കളിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആദർശ് നയനയോട് പിണങ്ങിയിരിക്കുന്നത്. എന്നാൽ ദേവയാനിയും ഞാൻ പോയില്ലെങ്കിലും ദേവയാനി വിഷുവിൻ്റെ അന്നും നന്ദുവിനെ യാത്ര അയക്കാനും ഒക്കെ അമ്പലത്തിലേക്കാണെന്നും പറഞ്ഞ് കള്ളം പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങിയിട്ട് നമ്മുടെ നയനയുടെ വീട്ടിലേക്ക് പോയതൊക്കെ ആദർശ് അറിയുന്നുണ്ട് കേട്ടോ. ഇത് ആദർശിനെ കൂടുതൽ ഡിപ്രഷനിലേക്കാക്കിയാണ്. താൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന തൻ്റെ ഭാര്യയും തന്നെയല്ല തൻ്റെ അമ്മയും കൂടിയാണ് തന്നെ പൊട്ടം കളിപ്പിച്ചിരിക്കുന്നതെന്ന് ആദർശ് ആ സത്യം മനസ്സിലാക്കിയാണ്. അങ്ങനെ ആരൊക്കെ പറഞ്ഞിട്ടും നയനേനെ പോയി കൂട്ടിക്കൊണ്ടുവരാനായിട്ട് ആദർശ് തയ്യാറാവുന്നില്ല കേട്ടോ. അങ്ങനെ ദേവയാനിക്കാണെങ്കിൽ നയനയെ കൂട്ടിക്കൊണ്ടുവരാഞ്ഞിട്ട് സഹിക്കാൻ മേലാതെ ഒരു തരത്തിൽ ആദർശിനോട് പറയുകയാണ്, നീ പോയി നയനയെ കൂട്ടിക്കൊണ്ടുപോയെന്നിങ്ങനെ പറയുമ്പോഴേക്കും ആദർശ് ചോദിക്കുന്നുണ്ട്, അല്ല ഞാൻ പോയി നയനയെ കൂട്ടിക്കൊണ്ടു വരണമെന്ന് അമ്മയ്ക്ക് എന്താ ഇത്ര നിർബന്ധം? എന്തായാലും അമ്മയ്ക്ക് ഇഷ്ടമില്ലാത്ത മരുമകളല്ലേ. ഇനിയിപ്പോൾ അമ്മയ്ക്ക് ഇഷ്ടമില്ലാത്ത മരുമകളെ എനിക്കും വേണ്ട. എൻ്റെ സ്നേഹത്തിനും എൻ്റെ സന്തോഷത്തിനും വേണ്ടിയിട്ടല്ലേ അവളെ ഈ വീട്ടിൽ നിർത്തിയിരുന്നത്. എനിക്ക് ഇനിയിപ്പോൾ ആ സന്തോഷം വേണ്ട എന്നിങ്ങനെ ആദർശ് തീർത്ത് പറയുകയാണ് കേട്ടോ. ഇത് കേൾക്കുമ്പോഴേക്കും ദേവയാനി പറയുന്നുണ്ട്, ഇത്രയും നാൾ അങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ, എൻ്റെ ഇഷ്ടം നോക്കിയിട്ടൊന്നും അല്ലല്ലോ, പിന്നെ നിങ്ങൾ അങ്ങ് ജീവിച്ചാൽ മതി, നിങ്ങളുടെ സന്തോഷം തന്നെയാണ് എൻ്റെ സന്തോഷം എന്നിങ്ങനെ പറയുന്ന സമയത്ത് ആദർശ് പറയുന്നുണ്ട്, ഇനിയിപ്പോഴേ അങ്ങനെ വേണ്ട, ഇനിയിപ്പോൾ അമ്മയുടെ ഇഷ്ടത്തിനങ്ങ് ഞാൻ ജീവിക്കാമെന്ന് തീരുമാനിച്ചു എന്നിങ്ങനെ പറയാണ് കേട്ടോ. ഇത് കേൾക്കുമ്പോഴേക്കും ദേവയാനി ആകെ ഷോക്കാവുന്നുണ്ട്. അപ്പോഴേക്കും ദേവയാനി പറയുന്നുണ്ട്, ആഹാ ഇത്രയും നാളില്ലാത്ത പെട്ടെന്നുള്ള പുതുക്കങ്ങളും തീരുമാനങ്ങളും ഒക്കെ ആണല്ലോ ഉണ്ടായിട്ടുള്ളത് എന്നിങ്ങനെ പറയാണ്. അപ്പോഴേക്കും ആദർശ് പറയുന്നുണ്ട്, പുതിയ കാര്യങ്ങളൊക്കെ ഇവിടെ സംഭവിക്കുമ്പോഴേ എല്ലാം പെട്ടെന്നാണല്ലോ, അപ്പോൾ പെട്ടെന്നുള്ള തീരുമാനങ്ങളും ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് ആദർശ് അവിടെ നിന്ന് പോവാണ് കേട്ടോ. ഇത് കേൾക്കുമ്പോഴേക്ക് ദേവയാനിക്ക് ആകെ ഷോക്കായിട്ട് ഇങ്ങനെ നിന്നിട്ട് ടെൻഷൻ ആവുന്നുണ്ട്. എന്നിട്ട് ദേവയാനി ചിന്തിക്കുന്നുണ്ട്, എന്തായാലും ആദർശ് എന്തൊക്കെയോ അറിഞ്ഞിട്ടുണ്ട്, അല്ലാതെ ഇങ്ങനെയൊന്നും പറയില്ല എന്നിങ്ങനെ പറയാണ് കേട്ടോ. അങ്ങനെ നയനയുടെ അടുത്ത് ചെന്നിട്ട് ദേവയാനി കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നയന പറയുന്നുണ്ട്, എന്തായാലും ആദർശേട്ടൻ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവുമേ, എനിക്കും അത് തന്നെയാണ് തോന്നുന്നതെന്ന് ഇങ്ങനെ ദേവയാനിയും പറയുന്നുണ്ട്. അപ്പോൾ നയന പറയുന്നുണ്ട്, എന്നാൽ നമ്മൾ രണ്ടും ഒന്നിച്ചെന്നറിയുമ്പോൾ ആദർശേട്ടൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുകയല്ലേ ചെയ്യേണ്ടത്, പിന്നെന്താ, അല്ല വേറെന്തെങ്കിലും ആയിരിക്കുമോ ഈ പിണക്കത്തിന് കാരണമെന്നിങ്ങനെ പറയുമ്പോൾ ദേവയാനി പറയുന്നുണ്ട്, അതൊന്നും അല്ല മോളെ, ഇത് തന്നെയാണ് നമ്മളായിട്ട് പറഞ്ഞിരുന്നെങ്കിൽ ആദർശ് മോന് ഒരുപാട് സന്തോഷേനെ. എന്നാൽ നമ്മൾ രണ്ടുപേരും ആദർശ് മോനിൽ നിന്ന് സത്യങ്ങളൊക്കെ മറച്ചു വെച്ചതായിരിക്കും ഒരുപക്ഷെ അവന് ഏറ്റവും കൂടുതൽ പിണക്കുണ്ടാകാൻ കാരണമെന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അങ്ങനെ നയനയാണെങ്കിൽ ആകെ വിഷമത്തിലാണ്. അപ്പോൾ നയന ചോദിക്കുന്നുണ്ട്, ഇനിയിപ്പോൾ എന്താ അമ്മ ചെയ്യുക, ആദർശേട്ടൻ്റെ പിണക്കം മാറ്റാൻ ഇനി നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, ഇനിയിപ്പോൾ നമുക്ക് വേറെ ഒരു വഴിയില്ല, ആദർശിനോട് നമുക്ക് രണ്ടുപേർക്കും കൂടി ചേർന്നിട്ട് സത്യങ്ങളെല്ലാം തുറന്നു പറയണം, മറ്റാരും അറിയണ്ട, ആദർശ് മോൻ സത്യങ്ങളെല്ലാം അറിഞ്ഞേ മതിയാവുമെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടെ തീരുമാനിച്ചിട്ട് ഓഫീസിലേക്ക് പോവാണ് കേട്ടോ. അങ്ങനെ രണ്ടുപേരും വേറെ വേറെ ആയിട്ടാണ് പോകുന്നത്. ആദ്യം ദേവയാനി പോകുന്നുണ്ട്, പുറകെ നമ്മുടെ നയന ഓഫീസിലേക്ക് എത്തുന്നുണ്ട്. എന്നാൽ ഇതൊന്നും ആദർശ് കാണുന്നില്ല. അങ്ങനെ ദേവയാനിയാണ് ആദ്യം ആദർശിന്റെ മുമ്പിലേക്ക് ചെല്ലുന്നത്. ക്യാബിനിലേക്ക് ചെല്ലുന്നുണ്ട് കേട്ടോ. നയന അപ്പുറത്ത് മാറി നിൽക്കുകയാണ്. അങ്ങനെ ആദർശിന്റെ അടുത്തേക്ക് ദേവയാനി ചെന്നിട്ട് പെട്ടെന്ന് തന്നെ CCTV കണക്ഷനുകളെല്ലാം കട്ട് ചെയ്തിടുകയാണ് കേട്ടോ. അമ്മ എന്തായി കാണിക്കുന്നതെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ, അതെ എനിക്ക് നിന്നോട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, അത് നമ്മളല്ലാതെ മറ്റാരും അറിയാൻ പാടില്ല, അതിനു വേണ്ടിയിട്ടാണെന്നിങ്ങനെ പറയുകയാണ്. എന്നിട്ട് ദേവയാനി പറയുന്നുണ്ട്, അതെ നമ്മുടെ കാര്യങ്ങൾ മറ്റാരും അറിയാൻ പാടില്ല, കുടുംബത്തിൽ തന്നെ നമുക്ക് ഒരുപാട് ശത്രുക്കളുണ്ട്, ഞാൻ പറയാൻ പോകുന്ന കാര്യം അത്രയ്ക്ക് രഹസ്യമായിട്ട് ഇരിക്കണം എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, അതെ കുടുംബത്തിൽ തന്നെ ശത്രുക്കളുണ്ട്, എന്നെ അമ്മ ശത്രുവായിട്ടാണോ കാണുന്നത്? അപ്പോൾ നമ്മുടെ ദേവയാനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നുണ്ട് കേട്ടോ. ദേവയാനിക്കാണെങ്കിൽ ആദർശ് സത്യങ്ങളെല്ലാം മനസ്സിലാക്കിയെന്നുള്ളത് മനസ്സിലാകുകയാണ്.
അങ്ങനെ നമ്മുടെ ദേവയാനിയാണെങ്കിൽ ആദർശനോട് പറയുന്നുണ്ട്, മോനെ, മോന്റെ സംസാരത്തിൽ നിന്ന് മോന് കാര്യങ്ങളെല്ലാം വ്യക്തമായെന്ന് അമ്മയ്ക്ക് മനസ്സിലായി. ഇനിയിപ്പോൾ അമ്മ സത്യങ്ങളെല്ലാം നിന്നോട് പറയാൻ വേണ്ടിയിട്ടാണ് വന്നതെന്ന് ഇങ്ങനെ പറയാണ് കേട്ടോ. അതേ മോനെ, നയനയെ ഞാൻ അംഗീകരിച്ചു കഴിഞ്ഞു മോന്റെ ഭാര്യയായിട്ട്. എൻ്റെ മരുമകളല്ല, ഇപ്പോൾ എൻ്റെ സ്വന്തം മകളെന്ന നിലയിൽ ഞാൻ നയനയെ സ്നേഹിക്കുവാൻ തുടങ്ങി. ഞാൻ പറഞ്ഞിട്ടാണ് നയന മോളും ഈ സത്യം നിന്നിൽ നിന്ന് മറച്ചു വെച്ചത്. ഈ കാരണത്താൽ നിങ്ങൾ ഒരിക്കലും പെരിഞ്ഞിരിക്കാൻ പാടില്ല എന്നിങ്ങനെ പറയാണ് കേട്ടോ. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, എന്തിനാമ്മേ എന്നോടിങ്ങനെ കള്ളത്തരം പറയുന്നത്? അതെ, നിങ്ങൾ എന്നോട് കരൾ തന്ന പെൺകുട്ടി ആരാണെന്ന് നിങ്ങളോട് ഞാൻ എത്ര തവണ ചോദിച്ചു? ഒരു തവണയെങ്കിലും നിങ്ങൾ എനിക്ക് മറുപടി തന്നിരുന്നോ? അതിന് പകരമായിട്ടാണ് ഞാൻ ഈ രഹസ്യം കുറച്ച് നാളത്തേക്ക് നിങ്ങളിൽ നിന്നൊക്കെ മറച്ചു വയ്ക്കാൻ തീരുമാനിച്ചതെന്ന് ഇങ്ങനെ പറയാണ്. ആദർശ് പറയുന്നുണ്ട്, അമ്മയ്ക്ക് നയനയെ ഒരിക്കലും അംഗീകരിക്കാനോ സ്നേഹിക്കാനോ കഴിയില്ലെന്ന് തീർത്തു പറഞ്ഞിരുന്നു. അതുകൊണ്ട് നയനയാണ് കരള് തന്നിരുന്നതെന്ന് അറിയുമ്പോൾ അമ്മയ്ക്ക് വേദന ഉണ്ടാക്കുമെന്ന് കരുതിയിട്ടാണ് ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ മറച്ചു വെച്ചത്. എന്നാൽ നിങ്ങൾ തമ്മിൽ അടുത്തു അമ്മയും നയനയും ഒന്നിച്ചെന്നറിയുമ്പോൾ ഈ വീട്ടിലുള്ള മുത്തശ്ശനും മുത്തശ്ശിയും ഞാനും ഒക്കെ ഏറെ കാണാൻ ആഗ്രഹിച്ചതും കേൾക്കാൻ കൊതിച്ചിരുന്ന വാക്കുകളുമാണത്. പിന്നെ ആ സന്തോഷം നിങ്ങൾ എന്തുകൊണ്ട് മറച്ചു വെച്ചു എന്നിങ്ങനെ പറയുമ്പോഴേക്കും ദേവയാനി പറയുന്നുണ്ട്, ഇതല്ലാതെ മറ്റൊരു കാരണവും ഇല്ല. നിങ്ങളെ കുറച്ച് നാൾ ഞാനും പറ്റിക്കണമെന്നേ കരുതിയിരുന്നുള്ളൂ. ഞാൻ പറഞ്ഞതുകൊണ്ടാണ് നയന മോളും ആ കാര്യങ്ങളൊന്നും മോനോട് തുറന്നു പറയാതിരുന്നത് എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. എന്നിട്ട് ദേവയാനി വീണ്ടും പറയുന്നുണ്ട്, മോനെ, ആ നയന മോളോട് മോൻ പിണങ്ങിയിരിക്കല് മോക്കത് ഒരിക്കലും താങ്ങാൻ കഴിയുന്നില്ല. ഇനിയിപ്പോൾ അവളെ അവഗണിക്കാനും പാടില്ല എന്നിങ്ങനെ പറയുമ്പോഴേക്കും ആദർശ് പറയുന്നുണ്ട്, അമ്മേ, നല്ലൊരു ഉദ്ദേശത്തിന്റെ പേരിലാണല്ലോ എന്നോട് മറച്ചു വെച്ചത് എന്ന് കരുതി ഞാൻ അമ്മയോട് ഒരുപക്ഷെ ക്ഷമിച്ചേക്കാം. നയനയോട് എനിക്കത് ഒരിക്കലും പൊറുക്കാൻ കഴിയില്ല. ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ ഒരു രഹസ്യവും പാടില്ല എന്നുള്ളൊരു കൺസെപ്റ്റുകാരനാണ് ഞാൻ. ഇതുവരെയും ഞങ്ങൾ തമ്മിൽ അങ്ങനെയായിരുന്നു. എന്നാൽ ഈ കാര്യം ഞാൻ ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിച്ച ഈ കാര്യം നയന എന്നിൽ നിന്നും മറച്ചു വെച്ചു. അതെനിക്ക് തൽക്കാലം അവളോട് പൊറുക്കാൻ കഴിയില്ല. ഇനിയിപ്പോൾ ഞാൻ വേറൊന്നും ചെയ്യാൻ പോകുന്നില്ല. കുറേ നാളത്തേക്കിന് അവൾ എന്നിൽ നിന്ന് അകന്നു നിൽക്കുന്നത് തന്നെയാണ് നല്ലത്. എന്നാലേ എൻ്റെ വില അവൾക്ക് മനസ്സിലാകുകയുള്ളൂ എന്നിങ്ങനെ ആദർശ് പറയുകയാണ് കേട്ടോ. ഇത് കേട്ടിട്ട് ദേവയാനി മറ്റെന്തെങ്കിലുമൊക്കെ പറയാൻ പോകുന്നുണ്ടെങ്കിലും ആദർശ് ക്യാബിനിൽ നിന്ന് അങ്ങനെ ഇറങ്ങി പോവാണ്. എന്നാൽ നയനിയാണെങ്കിൽ ഇതെല്ലാം കേട്ടുകൊണ്ട് തന്നെ ക്യാബിൻ്റെ അപ്പുറത്തായിട്ട് നിൽപ്പുണ്ട്. ആദർശ് നയനിയെ കാണുന്നില്ല കേട്ടോ. അങ്ങനെ ആദർശ് പോയി കഴിയുമ്പോഴേക്കും ദേവയാനി അങ്ങോട്ടേക്ക് ചെല്ലുമ്പോൾ നയനി ഇങ്ങനെ പൊട്ടിക്കരയാണ്. അങ്ങനെ നയനയാണെങ്കിൽ കരഞ്ഞുകൊണ്ട് തന്നെ പെട്ടെന്ന് തലകറങ്ങി ദേവയാനിയുടെ മടിയിലേക്ക് ഇങ്ങനെ വീഴുകയാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ ദേവയാനി നയനയെ പിടിച്ച് മോളെന്ന് വിളിക്കുന്നുണ്ടെങ്കിലും നയനയാണെങ്കിൽ ബോധം കെട്ടങ്ങ് വീഴുകയാണ്. പെട്ടെന്ന് തന്നെ ഓഫീസിലെ സ്റ്റാഫും ആദർശവും ഒക്കെ ഓടി വരുന്നുണ്ട്. അങ്ങനെ നയനയെ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും നയന നന്നായിട്ട് കുഴഞ്ഞങ്ങ് വീണിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നുണ്ട്. ആദർശും ദേവയാനിയൊക്കെ വെളിയിൽ അനന്തപുരിയിലെ മറ്റെല്ലാവരും ഹോസ്പിറ്റലിലേക്ക് എത്തുന്നുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാവരും പുറത്ത് അക്ഷമയോട് കാത്തിരിക്കുമ്പോൾ ഡോക്ടർ വന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ ആരും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. പുതിയൊരു സന്തോഷ വാർത്തയെ അറിയിക്കാനാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. നയന ഗർഭിണിയാണ്. ആദർശൊരു അച്ഛനാവാൻ പോകുന്നു എന്നിങ്ങനെ പറയാണ് കേട്ടോ. ഇത് കേട്ടിട്ട് എല്ലാവർക്കും ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. നമ്മുടെ അനന്തപുരിയിലെ ജലജ, അനാമിക, അമ്പി ഇവരൊക്കെ ഒഴിച്ചിട്ട് ബാക്കി എല്ലാവരും ഒരുപാട് സന്തോഷത്തിലാണ് കേട്ടോ. എന്നാൽ ഇവരുടെ എല്ലാം മുഖമൊക്കെ വല്ലാതാവുന്നുണ്ട്. അവർ മറ്റൊരു പ്ലാനുകൾക്കായിട്ട് തയ്യാറെടുപ്പുകൾ നടത്താനും തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ ആദർശാണെങ്കിൽ ഈ താനൊരു അച്ഛനാവാൻ പോകുന്നുള്ള സന്തോഷ വാർത്തയിൽ നയനിയോടുള്ള പിണക്കങ്ങളെല്ലാം മറന്നു തന്നെ നയനെ വീണ്ടും സ്നേഹിക്കാനായിട്ട് തുടങ്ങുന്നുണ്ട്. അങ്ങനെ എല്ലാവരും ഒരുപാട് സന്തോഷത്തിലാണ് കേട്ടോ. അങ്ങനെ ഇരിക്കെ പിന്നീടായിട്ട് കാണിക്കുന്നത് നമ്മുടെ അനാമികയാണെങ്കിൽ ഈ വിശേഷം തന്നെ പെട്ടെന്ന് രേവതിയെയും വേണുവിനെയും വിളിച്ചറിയിക്കുന്നുണ്ട്. അങ്ങനെ വേണു പറയുന്നുണ്ട്, മോളെ, ഇനിയിപ്പോൾ ആ വീട്ടിൽ മറ്റൊരു കുഞ്ഞ് ജനിക്കാൻ പാടില്ല. അത് നമുക്ക് തന്നെ ഒരുപാട് ദോഷം ചെയ്യും. അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ഞാൻ പതുക്കെ പറഞ്ഞു തരാമെന്നിങ്ങനെ അനാമികയോടായിട്ട് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇനിയിപ്പോൾ നയനയ്ക്കിട്ടുള്ള പണികൾ വീണ്ടും അനാമിക തുടരാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. അടുത്ത വിശേഷങ്ങളൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. Thank you for watching.